കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് നമ്മുടെ പല ആഗ്രഹങ്ങൾ നടക്കാനും അങ്ങനെ പല കാര്യത്തിനുമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് വഴിപാട് നേരും. പക്ഷേ ചില സമയത്ത് നമ്മൾ പണം നേടാൻ വിളിക്കും. ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം ഭഗവാൻ സാധിച്ചു തരുമോ? അല്ലെങ്കിൽ പണം നേടാനുള്ള ആഗ്രഹം ഇതൊക്കെ ഭഗവാൻ സാധിച്ചു തരുമോ? തരുമായിരിക്കും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒരു ജാതകപ്രകാരം നമുക്ക് പണം വരാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മൾക്കത് വന്നു ചേരും. ഒരാഗ്രഹം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അതും വന്നു ചേരും. ഈ ജാതകം എന്ന് പറയുന്നത് തന്നെ ഭഗവാനായിട്ട് തന്നെയാണ് നമ്മളെ എഴുതി വിടുന്നത്. മുകളിൽ നിന്ന് ഭഗവാൻ എഴുതി വിടുന്നു, നമ്മുടെ തലയിലൊരു വര വരച്ച് വിടുന്നു, ഈ വഴിക്കൊക്കെ പോകണമെന്ന്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫീലാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഭക്തരാണെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര വലിയ ഭക്തനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര ധനികനാവാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ വളരെ ഭക്തിയുള്ള ആൾക്കാരെ ചിലർ പരിഹസിക്കും, കാശിന് കൊള്ളില്ല എന്നും പറഞ്ഞു. പക്ഷേ അത് ഒരു വാദമായി തോന്നുന്നുണ്ടോ? എനിക്കെന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു ഓവറോൾ സംരക്ഷണം ഭഗവാന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട്. അല്ലാതെ എൻ്റെ എല്ലാ ആഗ്രഹവും ഭഗവാൻ നടത്തി തന്നു, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ പണവും, എനിക്ക് ഇത്രയും പണം ഞാൻ ചോദിച്ചു അത്രയും പൈസ എനിക്ക് ഭഗവാൻ തന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാനൊരു പ്രതിസന്ധിയിലാണെങ്കിൽ, ഈവൻ അത് പണമായിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടായിക്കോട്ടെ, എന്ത് പ്രതിസന്ധിയിൽ എനിക്ക് വരുമ്പോൾ ഞാൻ വിളിച്ച വിളിപ്പുറത്ത് കണ്ണൻ ഓടി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞാനെന്നല്ല, നമ്മൾ ഭക്തിയുടെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ ഭക്തർക്കും ആവശ്യ നേരത്ത് കണ്ണനെ ഉണ്ടാവൂ, വേറെ ആരുമില്ലെങ്കിലും എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന നേരത്ത്, ഒരുപാട് ദുഃഖമൊക്കെ വരുന്ന സമയത്ത് കണ്ണനുണ്ടല്ലോ, പിന്നെന്തിനാ? ആരുമില്ല എന്ന് എൻ്റെ കരച്ചിൽ കണ്ണൻ കാണാണ്ടിരിക്കില്ല. ആര് കേട്ടില്ലെങ്കിലും കണ്ണൻ കേൾക്കുന്നുണ്ടാവും എന്ന് ഉറച്ചെന്നെ വിശ്വസിച്ചോളൂ. അപ്പോൾ ആ പ്രതിസന്ധി കണ്ണൻ മാറ്റിത്തരും. നമ്മൾ അറിയില്ല, അതിൽ നിന്നൊക്കെ എങ്ങനെയോ കരകയറി വന്നു. ഇതിനു മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ? അതിൽ നിന്നൊക്കെ നമ്മളെ നടത്തിച്ചില്ലേ? പണ്ടും പിന്നീക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു വന്നു. അതിൽ നിന്നൊക്കെ കണ്ണൻ കൈപിടിച്ച് നടത്തി. നമ്മളറിയുന്നില്ല ഭഗവാനാണ് നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചതെന്ന്. നമ്മുടെ കഴിവുകൊണ്ടാണ് അതൊന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ ഭഗവാൻ നമ്മളെ ഏത് വഴിക്ക് തിരിക്കുന്നു എന്നൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മുടെ ജാതകപ്രകാരം തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിൽ അതുവരെ മാറിപ്പോകാൻ ജ്യോത്സ്യന്മാരും എല്ലാവരും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും, ഏത് ഗ്രഹം, അതായത് വ്യാഴപ്പിഴ വന്നാൽ, വ്യാഴപ്പിഴം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ തല പോയ കാലമാണെന്ന് പറയും. അത്രയും ദേവന്മാർക്ക് വരെ മോശം സമയമാണ്. അപ്പോൾ മനുഷ്യർക്ക് മോശമാവും എന്നൊക്കെ പറയും. പക്ഷെ അത് വന്നാൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരു തിരുമുടിമാല എന്ന് പറഞ്ഞ വഴിപാട് കഴിച്ച് ആ തിരുമുടിമാല വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ഗുരുവായൂരപ്പന്, നമ്മുടെ വീട്ടിലുള്ള ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിൽ ഇടാം. അങ്ങനെ ഒരു 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ തന്നെ വ്യാഴപ്പഴ ഒന്നല്ല എന്ന് തോന്നും. അതായത് കണ്ണനെ മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് ഇപ്പോൾ കണ്ണനുണ്ട്, ഞാൻ വിളിച്ചാൽ കണ്ണൻ വരും എന്നൊരു വിശ്വാസത്തോടു കൂടി കണ്ണനെ വിളിക്കുക. കാരണം വേറെ ആരുമില്ല, നമുക്ക് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത് കണ്ണന് പറ്റും.
നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ ഭർത്താവിനോ കുട്ടികൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും കഴിവുള്ള ഭഗവാന് നമ്മളെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതൊക്കെ നിസ്സാരമായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? എനിക്ക് നാളെ കോടീശ്വരനാവണം, ഞാൻ കണ്ണനെ വിളിച്ച് ഉപാസിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അതിന് കണ്ണൻ അനുവദിക്കുന്ന എനിക്ക് തോന്നണില്ല. നമ്മുടെ ജാതകപ്രകാരം മുമ്പേ നമ്മൾ കോടീശ്വരനാവാൻ യോഗം ഉണ്ടെങ്കിൽ കണ്ണൻ കോടീശ്വരനാക്കി, അല്ലാതെ നമ്മുടെ മുജന്മ കർമ്മഫലം അനുസരിച്ച് ചിലപ്പോൾ നമ്മളാവും. അത് ചിലപ്പോൾ കണ്ണൻ യോഗം തന്നിട്ടുണ്ടാവും ആവണമെന്ന്. അല്ലാതെ ഇന്ന് തുടങ്ങി ഞാൻ പണം നേടാൻ വേണ്ടി വിളിക്കുകയാണ്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ. പക്ഷെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിന് ഫലമുണ്ട് കേട്ടോ. വഴിപാടുകൾക്ക് ഫലമുണ്ട്. മനസ്സറിഞ്ഞ് വിളിച്ച ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പക്ഷേ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും ന്യായമായിട്ടുള്ള ആവശ്യമായിരിക്കണം, പിന്നെ മിതമായിരിക്കണം. അതിനേക്കാളുപരി ചില ആഗ്രഹങ്ങൾ നടക്കും, ചില ആഗ്രഹങ്ങൾ നടക്കില്ല. പിന്നെ കുറച്ച് പണമൊക്കെ കിട്ടിയെന്നും വരും, ചിലർക്ക് പണമേ കൊടുക്കില്ല. പക്ഷേ ഓവറോൾ സംരക്ഷണം ഉണ്ടാവും. അതെ, ഏത് പ്രതിസന്ധി വന്നാലും ആളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിയായിട്ട് ആൾ കാണിച്ചു തരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് തോന്നും, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ഞാൻ ഭഗവാനെ വിളിച്ചു, എനിക്ക് എങ്ങനെയാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് തോന്നും. ചിലപ്പോൾ ഞാനിങ്ങനെ മുന്നോട്ട് പോകണ്ടല്ലോ, എങ്ങനെയാണ് മുന്നോട്ട് പോകണം? വേറൊരാളുടെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളൊരു അത്ഭുതമായിട്ട് അവർക്ക് തോന്നും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടല്ലോ. ആ ശക്തി കണ്ണനാണ്. നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ എനിക്കറിയുന്ന ഒരു ഭക്തനുണ്ട്, ഫോണിൽ പൈസ പോലും ഇല്ല. അതായത് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല എന്ന് വെച്ചാൽ ഇൻകമിങ് കോൾ കട്ടായി കിടക്കുകയാണ്. പക്ഷേ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തനാണ്. ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഏത് നേരവും ഭഗവാനെ സേവിച്ച് കഴിയണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഭഗവാൻ അയാളെ സംരക്ഷിക്കുന്നു. ഞാൻ എന്ന് കാണുമ്പോഴും അയാൾ ചിരിച്ച സമൂഹത്തോടു കൂടിയും പ്രസന്നവദനായി എപ്പോഴും ഭഗവാനെ പറ്റി മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾ ഒന്നും ആഗ്രഹിക്കണില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആളുടെ സംഭാഷണത്തിൽ ഭഗവാന്റെ സംഭാഷണമാണ് മിക്കപ്പോഴും. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധനമില്ല എന്നുള്ളൊരു പരാതി ആൾ പറയാറില്ല. അതിലുപരി എനിക്ക് ഭഗവാനെ ഉപാസിക്കാനായി ജന്മം തന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും വലിയൊരു ഭക്തനാണ്. പക്ഷേ ഇതുവരെ ആളുടെ ജീവിതം തകർന്നു പോയിട്ടില്ല. കാരണം കൃഷ്ണൻ തളർത്തില്ല. എങ്ങനെ പോയാലും എത്ര വർഷമായി ഞാൻ കാണുന്നു, ദാരിദ്ര്യത്തിലാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവാണ് കണ്ണൻ. അതായത് പല ആൾക്കാരും ഇതുപോലെയുണ്ട്, ഭഗവാനെ അക്കമഴിഞ്ഞ ഭക്തിയുള്ളവർ, പക്ഷേ ഭയങ്കര ദാരിദ്ര്യത്തിലും ഉണ്ടാവും. പക്ഷേ കണ്ണൻ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കും നാളെ അന്നത്തിനുള്ള വകയില്ലാതെ എങ്ങനെ, പക്ഷെ കണ്ണൻ അത് കണ്ടെത്തി കൊടുക്കും. അതാണ് സംരക്ഷണം. അല്ലാതെ പെട്ടെന്ന് പണക്കാരനാക്കുക അതൊരു യോഗമാണ്. അതും ചിലപ്പോൾ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നടക്കും. വിചാരിച്ചാൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വളരെ കാലത്തെ തപസ്സിന് ശേഷം നേടിയെന്ന പോലെ നേടിയെടുക്കാമെങ്കിൽ നമുക്കത് യോഗം ഉണ്ടെങ്കിലേ ആവുള്ളൂ. പക്ഷേ സംരക്ഷണമാണ് പ്രധാനം. ഭഗവാൻ എല്ലാ ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ആ ഒരു സംരക്ഷണം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി, ആ പോസിറ്റീവ് എനർജി, അപ്പോൾ തോന്നുന്ന സുരക്ഷിതത്വം. അതായത് ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആ ഫീല് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് മെറ്റീരിയലായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് ധനം അല്ലെങ്കിൽ വസ്തുവകകൾ, ഇതിലുള്ള ആ ഒരു ഭ്രമം തന്നെ ഇല്ലാതാവും. കാരണം അതിനേക്കാളും എത്രയോ വലിയ ശുദ്ധബോധമാണ് ഭഗവാൻ. അദ്ദേഹം നമ്മോട് കൂടെയുണ്ട്. അതായത് ഗീതയിൽ
പാണ്ഡവരാവശ്യപ്പെട്ടത് കൃഷ്ണൻ ഞങ്ങളുടെ പക്ഷത്ത് നിന്നാൽ മതി എന്നാണ്. അവിടെ തന്നെയാണ് വിജയം ഉണ്ടായത്. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വേറൊരു മാർഗം അല്ലെങ്കിൽ കുറേ സ്വത്ത് വേണം എനിക്ക് എന്നൊക്കെ വിചാരിക്കുന്നത്? ഭഗവാൻ ഉണ്ടായാൽ മതിയല്ലോ. അതിനേക്കാളും വലിയ സ്വത്ത് എന്താണ്? ഭഗവാന്റെ അനുഗ്രഹത്തെക്കാൾ വലിയൊരു സമ്പത്ത് നമുക്ക് എന്താണുള്ളത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അകമഴിഞ്ഞ് ഭഗവാനെ വിളിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.